2 വർഷം മുമ്പാണ് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചത്. ഗാസയ്ക്ക് ചുറ്റും ഇസ്രായേൽ തീർത്ത ഇരുമ്പുമറ ഭേദിച്ച് 5000-ഓളം ഹമാസ് അംഗങ്ങൾ ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങളും ഗ്രാമങ്ങളും നഗരങ്ങളും ആക്രമിക്കുകയും 1139 പേരെ വധിക്കുകയും ചെയ്തു. നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗാസയെ ഒരു പിടി ചാരമാക്കാൻ നെതന്യാഹു ഇറങ്ങിപ്പുറപ്പെട്ടത്. ട്രംപിൻ്റെ ആഗ്രഹപ്രകാരം മധ്യധരണ്യാഴി തീരത്തെ സുഖവാസ കേന്ദ്രമാക്കാൻ ഗാസയിലെ എല്ലാ കെട്ടിടങ്ങളും ബോംബിട്ട് തകർക്കുകയും ജനങ്ങളെ കൊന്നൊടുക്കുകയും ആട്ടിപ്പായിക്കുകയും ചെയ്തു. ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വരെ നൽകിയ കണക്കനുസരിച്ച് 67,160 പേർ കൊല്ലപ്പെട്ടു. 15,000 പേരെ കാണാതായിട്ടുണ്ട്. ബോംബിങ്ങിൽ തകർന്ന കെട്ടിട അവശിഷ്ടങ്ങളിൽ കുടുങ്ങി മരിച്ചവരായിരിക്കും ഇവരിൽ അധികവും. അതായത് മരണസംഖ്യ 82,000 കടക്കുമെന്നർത്ഥം. ഗാസ മേഖലയിലെ യുദ്ധാവസ്ഥ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷം ശക്തി പ്രാപിച്ചതോടെ പ്രദേശം വീണ്ടും രക്തസാക്ഷിയാകുന്നു. ഇസ്രായേൽ പ്രതിരോധ സേന ഹമാസിന്റെ ആയുധ ശേഖരങ്ങളെയും താവളങ്ങളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത്. യുദ്ധവിരാമത്തിനായി ഐക്യരാഷ്ട്രസഭയും വിവിധ രാജ്യങ്ങളും ഇടപെടൽ ആരംഭിച്ചെങ്കിലും സമാധാനത്തിന് സാധ്യതയില്ലെന്നതാണ് സൂചന. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗാസയിലെ മനുഷ്യാവകാശ പ്രതിസന്ധി കൂടുതൽ ഗുരുതരമാകുകയാണ്. ഭക്ഷണവും കുടിവെള്ളവും മരുന്നുകളും ലഭ്യമാകാതെ ആയിരക്കണക്കിന് കുട്ടികളും സ്ത്രീകളും ദുരിതം നേരിടുകയാണ്. അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടെ ഇസ്രായേൽ എന്ന രാഷ്ട്രം പശ്ചിമേഷ്യയിൽ അഴിഞ്ഞാടിയെങ്കിലും അവർക്ക് വിജയിക്കാനായോ? എല്ലാ ശത്രുക്കളെയും വീഴ്ത്തി ശാശ്വതമായ സുരക്ഷയും സമാധാനവും ഉറപ്പാക്കാൻ 2 വർഷം നീണ്ട ആക്രമണത്തിലൂടെ അവർക്ക് കഴിഞ്ഞു. എന്നായിരിക്കും ഇതിനൊരു അവസാനം?